ഹായ് ഫ്രണ്ട്സ്, കല്ലൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പപ്പട വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ അര കപ്പ് പച്ചരി പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലോട്ട് 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പുട്ടുപൊടി ആയതുകൊണ്ട് നല്ലപോലെ തന്നെ പൊടിഞ്ഞിട്ടില്ല, ചെറിയ തരി ഉള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി മിക്സിയിലോട്ട് എല്ലാം കൂടി ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം കുറച്ച് വെള്ളം ചേർത്ത് ചെറിയ കട്ടി രൂപത്തിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടി. അതിനുവേണ്ടി ഒരടി അടിച്ച് ഈ കട്ടി രൂപത്തിൽ ആക്കിയെടുക്കുക. ഇതാണ് നമുക്ക് പപ്പട വടയ്ക്ക് ആവശ്യമായ മാവ്. എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്, പപ്പടം നമ്മളെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കിനി കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പെരുംജീരകം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മാവ് ഇളക്കി കൊടുക്കുക. നമുക്ക് പപ്പടം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പപ്പടം അങ്ങനെ അധിക സമയം മാവിൽ മുക്കി വച്ചിരിക്കാൻ സാധിക്കത്തില്ല, കാരണം പപ്പടം കുതിർന്നു പോകും. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി എണ്ണയിലോട്ട് പപ്പടം ഇട്ട് കൊടുക്കാം. നമ്മളെ പപ്പടവട മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. തീ കുറച്ച് കൂടുതലായതുകൊണ്ട് തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. പപ്പടത്തിന് അധികം തീ വേണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി പപ്പട വട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മൾ ഇന്നത്തെ ആവശ്യത്തിന് മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം ഇത് ചൂടായിട്ട് കഴിക്കാനാണ് സ്വാദ്. പിന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവും കൂടിയാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ നല്ലപോലെ തന്നെ നമ്മളെല്ലാ പപ്പടവും മാവിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.